കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയ ഒരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവർ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ടുവരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പട്ടണത്തിൽ നിന്ന് വലിയ ഒരു ജനക്കൂട്ടവും അവളോടൊപ്പം ഉണ്ടായിരുന്നു. അവളെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അവനെപ്പറ്റിയുള്ള ഈ വാർത്ത യൂദയ മുഴുവനിലും പരിസരങ്ങളിലും പരന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാലിത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. ശതാധിപൻ്റെ വൃദ്ധിനെ സുഖപ്പെടുത്തിയ യേശുവിനെ കുറിച്ചാണ് ഇന്നലെ നമ്മൾ വായിച്ചത്. ശതാധിപൻ്റെ വിശ്വാസം കണ്ട് വിസ്മയിക്കുന്ന യേശു. അതിനുശേഷം അതിന് തുടർച്ചയെന്നോണം ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വചനഭാഗം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പിതാവായ ദൈവം പഴയ നിയമ പുസ്തകത്തിൽ എപ്രകാരമാണ് തൻ്റെ സ്വഭാവം വെളിപ്പെടുത്തിയത്, അത് പുത്രനായി യേശുവിലൂടെ വീണ്ടും വെളിപ്പെടുത്തപ്പെടുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പിതാവായ ദൈവം എപ്രകാരമാണോ ഇസ്രായേൽ ജനതയോടും വിധവകളോടും അതുപോലെ തന്നെ ആരും ശരണം പ്രാപിക്കാനില്ലാത്തിരുന്ന വ്യക്തികളോടും പാവപ്പെട്ടവരോടും കരുണ കാണിച്ചത്, അതേ കരുണ തന്നെയാണ് ഇന്ന് പുത്രനായ ദൈവവും തൻ്റെ പ്രവൃത്തിയിലൂടെ പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കാണിക്കുക. പ്രിയമുള്ളവരെ, ഇംഗ്ലീഷ് ഭാഷയിലുള്ള 2 പദങ്ങൾ എപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. ഒരു പദം സിമ്പതി എന്നതാണെങ്കിൽ രണ്ടാമത്തെ പദം എമ്പതി എന്നുള്ളതാണ്. സിമ്പതി എന്ന പദത്തിന് അർത്ഥം നമുക്കറിയാം, പുറത്തു നിന്നുകൊണ്ട് അപരൻ്റെ ദുഃഖ ദുരിതങ്ങൾ അല്ലെങ്കിൽ അപരൻ്റെ ദുഃഖ ദുരിതങ്ങൾ കാണുമ്പോൾ അതിൽ സഹതപിക്കുന്നവനെയാണ് നമ്മൾ എപ്പോഴും സിമ്പതി ഉള്ളവൻ എന്ന് പറയുക. അതേസമയം എമ്പതിയുള്ള ഒരു വ്യക്തി ചെയ്യുന്നത് എന്താണ്? അപരൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവനുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അവൻ്റെ ദുഃഖ ദുരിതങ്ങൾ തൻ്റേതു കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവനോടൊപ്പം ആയിരിക്കുന്ന ഒരു വ്യക്തി. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെ നമ്മൾ എമ്പതി ഉള്ളവരാണ് എന്ന് പറയും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു പരകായ പ്രവേശം നടത്തിയ ഒരു വ്യക്തി. ഇവിടെ യേശുവും അപ്രകാരമുള്ള ഒരു പരകായ പ്രവേശം നടത്തുകയാണ്. ആ ഒരു പ്രവേശനം എപ്രകാരമാണ് സംഭവിക്കുന്നത്? നായിൻ എന്ന പട്ടണത്തിലേക്ക് തൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗവുമായി യേശുനാഥൻ കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ശവവും വഹിച്ചുകൊണ്ട് ഒരു യാത്ര നടക്കുകയാണ്. നായിൻ എന്ന പട്ടണത്തിൽ ആ പ്രവേശന കവാടത്തിൽ വെച്ച് തന്നെ കാണുന്ന ഒരു കാഴ്ച ഇതാ. എന്താണ് അവിടെ നടക്കുന്ന സംഭവം എന്ന് ചോദിച്ച് അറിയുമ്പോൾ ആ വിധവയുടെ ഏക ആശ്രയമായ മകനാണ് ഇവിടെ മരിച്ചു പോയത് എന്നറിയുന്നു. ഉടനെ തന്നെ അവളുടെ ഉള്ളിലേക്ക് കടന്നു കൊണ്ട് കർത്താവ് അവളുടെ ദുഃഖങ്ങളെ തൻ്റേതായിട്ടൊന്ന് കാണുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഭർത്താവിൻ്റെ മരണം മൂലം വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, അവൾക്കുണ്ടായിരുന്ന ഏക ആശ്രയം എന്ന് പറയുന്നത് തൻ്റെ ഏക മകനാണ്. ആ മകനെ കൂടി നഷ്ടപ്പെട്ട അവസരത്തിൽ ആ സ്ത്രീ കടന്നു പോകുന്ന അവസ്ഥ എന്താണെന്ന് യേശുവിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഭർത്താവ് മരിച്ചപ്പോൾ തന്നെ മറ്റു പലരും അവളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. അവളുടെ സുരക്ഷയ്ക്ക് തന്നെ ഒത്തിരിയേറെ വെല്ലുവിളികൾ അവൾ നേരിട്ടുണ്ടാകാം. ഒത്തിരിയേറെ പ്രതികൂലമായ സാഹചര്യങ്ങളെ അവൾക്ക് ഒറ്റയ്ക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. തൻ്റെ മകനെ വളർത്തിക്കൊണ്ടുവരുവാൻ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും.
ഇവിടെ ഏക ആശ്രയമായ മകനും കൂടി നഷ്ടപ്പെട്ടു പോകുമ്പോൾ ആ അമ്മയെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് എങ്ങനെ എന്നൊരു ചോദ്യം തീർച്ചയായും ഉണ്ട്. അത് അവളെ ഭയപ്പെടുത്തുന്നുണ്ടാകാം. അതുമൂലം അവൾക്കുണ്ടാകാൻ പോകുന്ന ഒറ്റപ്പെടലിനെ കുറിച്ച് അവൾ ചിന്തിക്കുന്നുണ്ടാകാം. അവളുടെ ഏകാന്ത നിമിഷങ്ങൾ എങ്ങനെയായിരിക്കും അവൾ ചെലവഴിക്കേണ്ടത് എന്ന് അവൾക്കറിയാത്ത ഒരു സാഹചര്യമുണ്ടാകാം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവളോട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് പറഞ്ഞു എന്നാണ് സുവിശേഷത്തിൽ പറയുക. അവളുടെ ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കർത്താവിന് പോലും അവളോട് മനസ്സലിവ് തോന്നി എന്നുള്ളതാണ്. ആ മനസ്സലിവിൽ കർത്താവ് അവളോട് പറയുന്നു, കരയേണ്ട. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച ആ ശവപഞ്ചം വഹിച്ചുകൊണ്ട് വന്നിരുന്ന അതിൽ തൊടുന്ന ഒരു കാഴ്ചയാണ്. മോശയുടെ നിയമപ്രകാരം ഒരു ശവത്തിൽ സ്പർശിക്കുക എന്ന് പറയുന്നത് അത് നിയമാനുസൃതമായിട്ടുള്ള ഒരു കാര്യമല്ല, ഒരു വ്യക്തിയെ അശുദ്ധനാക്കുന്ന ഒരു കാര്യമാണ്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് നിയമത്തേക്കാൾ ഉപരിയായി മനുഷ്യൻ്റെ വേദന തിരിച്ചറിയുകയും മനുഷ്യനെ സ്പർശിക്കുകയും ചെയ്യുന്ന ഒരു കർത്താവാണ് നിങ്ങൾക്കുള്ളത് എന്ന് കർത്താവ് ഈ ഒരു പ്രവൃത്തിയിലൂടെ കാണിച്ചു തരികയാണ്. പിന്നീട് അവളുടെ മകനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്ന് അവൾക്ക് സമർപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അത് കാണുന്ന മറ്റുള്ളവർ ഭയപ്പെട്ടു എന്നാണ് പറയുക. അതേസമയം തന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. എപ്രകാരമാണ് ദൈവം തങ്ങളുടെ ഇടയിൽ തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് അവർക്ക് ബോധ്യമായത് കർത്താവിൻ്റെ പ്രവർത്തികളിലൂടെയാണ്. ഇന്ന് ഈ സുവിശേഷത്തിലൂടെ കർത്താവ് നമ്മോട് പറയുന്നത് ഇത് തന്നെയാണ്. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവർ തിരിച്ചറിയേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികളിലൂടെയാണ്. നാം ചെയ്യുന്ന പ്രവൃത്തികൾ കാണുന്ന വ്യക്തികൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം, ആ വ്യക്തിയിൽ യേശു വസിക്കുന്നു, ആ വ്യക്തിയിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ അതിനനുസൃതമായിട്ട് മാറണം. നാം ചെയ്യുന്ന പ്രവൃത്തികളിലൂടെയായിരിക്കണം ദൈവത്തെ മറ്റുള്ളവർ മഹത്വപ്പെടുത്തേണ്ടത്. ഇവിടെ യേശുനാഥൻ നായിനിലെ ആ വിധവയ്ക്ക് തൻ്റെ മകനെ ജീവനിലേക്ക് നൽകുമ്പോൾ പ്രിയമുള്ളവരെ, അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് പറയുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ കാണുന്ന മറ്റുള്ളവരും ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ചെയ്യേണ്ടത്. ഇന്ന് ഈ ദീപബലിയിലായിരിക്കുമ്പോൾ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് എപ്രകാരമാണ് മറ്റുള്ളവരുടെ അവസ്ഥയിൽ മനസ്സലിവ് തോന്നുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണുമ്പോൾ മനസ്സലിവ് തോന്നുവാനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശമായിട്ട് മാറുവാനും തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് പരിശ്രമിക്കാം. ആ ഒരു വലിയ അനുഗ്രഹം സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.